ഇന്ന് നമുക്ക് ഒരു മഹിളാ സമാജം വിമൻസ് ഓർഗനൈസേഷൻ രൂപീകരിച്ചാലോ? അതിലേക്കായി ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രദേശത്തുള്ള ഒരു കൂട്ടം സ്ത്രീകളെ ഒരു സ്ഥലത്ത് കൂട്ടുക. ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് ഒന്നിച്ചു കൂടുക. എന്നിട്ട് നിങ്ങൾ 35 പേർ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെയ്യാവുന്നത് ഈ 35 പേരുടെയും പേരെഴുതിയെടുക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു കമ്മിറ്റി രൂപീകരിക്കണം. ഈ 35 പേരിൽ നിന്ന് ഒരു പ്രസിഡൻറ്റ്, ഒരു വൈസ് പ്രസിഡൻറ്റ്, ഒരു സെക്രട്ടറി, ഒരു ജോയിൻറ്റ് സെക്രട്ടറി, ഒരു ട്രഷറർ, ഒരു 5-6 പേര് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ബാക്കി ജനറൽ ബോഡി, ഇങ്ങനെ രൂപീകരിക്കുക. എന്നിട്ട് പ്രസിഡൻ്റ് ജോലി എന്ത്, സെക്രട്ടറിയുടെ ജോലി എന്ത്, ഇങ്ങനെ ഓരോരുത്തരെയും ഉത്തരവാദിത്വം വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ സംഘടിച്ച 35 പേര് ഇപ്പോൾ ഒരു സൊസൈറ്റിയാണ്. അത് നിയമാനുസരിച്ച് സൊസൈറ്റി ആവണമെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് സൊസൈറ്റി രജിസ്റ്റർ ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഭാരവാഹികൾ പോയി ബൈല തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരും, സൊസൈറ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, ഇന്ത്യയുടെ വിവിധ ഭാഗത്തുള്ള പലവിധമായ ഏജൻസികളിൽ നിന്ന് ധനസഹായം കിട്ടും. നിങ്ങൾക്ക് പലവിധമായ പ്രൊജക്റ്റുകൾ തയ്യാറാക്കാം. നിങ്ങളുടെ പ്രദേശത്ത് ഹോസ്പിറ്റലാണ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ യൂണിറ്റിൽ കൂടി അത് സ്ഥാപിക്കുക. അതല്ല നിങ്ങൾക്കൊരു തൊഴിലില്ലായ്മയാണ് പദ്ധതിയെങ്കിൽ, പ്രശ്നമെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കുക. എന്തെങ്കിലും ഒരു ഇൻകം ജനറേഷൻ പ്രോഗ്രാം തയ്യാറാക്കിയിട്ട് നിങ്ങൾ അതിൻ്റേതായ ഏജൻസിയെ കണ്ടുപിടിച്ച് നിങ്ങൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വസ്തുക്കൾ ലോൺ വയ്ക്കണ്ട, നിങ്ങളാരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബാധ്യസ്ഥരാകേണ്ട. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റ് കിട്ടും. അനേക ഏജൻസികളുണ്ട്. സമ്പൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്, കേന്ദ്ര ഗവൺമെൻറ്, കപ്പാർട്ട്, അങ്ങനെ തുടങ്ങി പല ഏജൻസികളുണ്ട്. അവരെല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ധനം തരുന്നത്, ഫണ്ട് തരുന്നത്. ലക്ഷങ്ങളാണ്, ചിലപ്പോൾ കോടികളും ആകും. അത് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ വലിപ്പം അനുസരിച്ചും പ്രൊജക്റ്റിൻ്റെ ആസൂത്രണം അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഫണ്ട് ലഭിക്കുക. ഇനി നിങ്ങൾക്ക് ഈ സൊസൈറ്റി രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് കിട്ടിയത് വെച്ചിട്ട് ഇൻകം ടാക്സ് എക്സംപ്ഷൻ വെക്കാം. FCRIക്ക് അപ്ലൈ ചെയ്യാം, ഫോറിൻ കറസ്പോണ്ടൻസ് റെഗുലേഷൻസ് ആക്ട് എന്ന്, FCRI. അപ്പോൾ നിങ്ങൾക്ക് വിദേശ ഏജൻസികൾ ഫണ്ട് തരും. എക്സാമ്പിൾ വുമൺ ഗൈഡ്, ധാരാളം ഫണ്ടുണ്ട്. നിങ്ങൾ പ്രപ്പോസൽ തയ്യാറാക്കി അവർക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ അവരുടെ ഫാം റിക്വസ്റ്റ് ചെയ്യുക, ഫാമിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷങ്ങളും നിങ്ങളുടെ പ്രോജക്റ്റിന് എന്താ ആവശ്യം അത്രയും തുക അവർ ഗ്രാൻഡായിട്ട് തരും. നിങ്ങൾ സംഘടിപ്പിച്ചതുകൊണ്ട്
നിങ്ങൾ കടബാധ്യതയിൽപ്പെട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ഗ്രാൻഡാണ്. ദുർവിനിയോഗം ചെയ്യാതെ അതിനകത്ത് ചതിയും വഞ്ചനയും ഒന്നുമില്ലാതെ നിങ്ങൾ കമ്മിറ്റി സ്ട്രോങ് ആയി നിന്ന് ഭരണം നടത്താമെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഫണ്ടുകൾ വിദേശത്തു നിന്നും ലഭിക്കും. ഇനി വിദേശത്തുള്ള ഫണ്ടിങ് ഏജൻസികളെ കുറിച്ച് അറിയാൻ നിങ്ങൾ ഗൂഗിൾ പേ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇൻ്റർനാഷണൽ ഫണ്ടിങ് ഏജൻസീസ് ഫോർ NGOs എന്ന് അടിച്ചാൽ ധാരാളം ഏജൻസീസ് വരും. നിങ്ങൾക്ക് ആ ഏജൻസികളിൽ നിന്നൊക്കെ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊജക്റ്റ് പ്രപ്പോസൽ അയക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ജനകീയ കമ്മിറ്റിയാണ്. എന്നാൽ ചിലർ ഈ നല്ല ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററസി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 ദുർവിനിയോഗം ചെയ്യാറുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു വ്യക്തി അയാൾക്ക് സ്വാധീനമുള്ള ആൾക്കാരെ കൊണ്ട് മെമ്പർസ് ആക്കിയിട്ട്, നിങ്ങൾ നേരത്തെ പൊതുജനങ്ങളെ വെച്ച് ജനറൽ ബോഡി ഉണ്ടാക്കിയതുപോലെ ഇവരവരുടെ കുടുംബത്തിലുള്ളവരെയും സ്വന്തക്കാരെയും ബന്ധുക്കളെയും തനിക്ക് കീഴ്പ്പെടുന്നവരെയും ഉൾപ്പെടുത്തി, ഫ്രണ്ട്സിനെയൊക്കെ ഉൾപ്പെടുത്തി കമ്മിറ്റി ഉണ്ടാക്കുന്നു. ബൈല റെഗുലേഷൻസ് എല്ലാം എഴുതി തയ്യാറാക്കിക്കൊണ്ട് കൊടുക്കുന്നു, ഒപ്പിടുന്നു. നിങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെ അവർ ഫണ്ട് വാങ്ങുന്നു. അവർ വാങ്ങി അവരുടെ കുടുംബസ്വത്താക്കി മാറ്റുന്നു. അവർ നിങ്ങളെക്കാളും ഊർജ്ജമായിട്ട് വർക്ക് ചെയ്യുന്നു. ഫണ്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടാവുന്നിടത്തൊക്കെ ഓടി നടന്ന് വാങ്ങുന്നു. ഭൂമികൾ വാങ്ങിക്കൂട്ടുന്നു. സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥാപിക്കുന്നു. അതെല്ലാം അവരുടെ പാരമ്പര്യമായി കുടുംബത്തിലേക്ക് ഉപയോഗിക്കുന്നു. ഒരാൾ തുടങ്ങി അയാൾ തന്നെ ബാങ്കിൽ നിന്ന് ഫണ്ട് പിൻവലിക്കുന്നു. ഇഷ്ടാനുസരണം ചിലവാക്കുന്നു. ഇഷ്ടാനുസരണം പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നു. കുടുംബ സ്വത്താക്കി മാറ്റുന്നു. അയാളുടെ കാലശേഷം അയാളുടെ മക്കൾ അത് കൈകാര്യം ചെയ്യുന്നു. മകനോ മകളോ ബാങ്കിൽ നിന്ന് അക്കൗണ്ട് ഫണ്ട് പിൻവലിക്കുന്നു. ഈ സംഘടനയെ അവർ ഇൻഡിവിജ്വൽ സംഘടന നമുക്ക് പറയാം, ഇൻഡിവിജ്വൽ സംഘടനയാക്കി മാറ്റി അവരുടെ പാരമ്പര്യമായിട്ട് അവർ കൈമാറി അവരെ കുടുംബസ്വത്താക്കി മാറ്റുന്നു. അതല്ല ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. അത് ചതിയും വഞ്ചനയുമാണ്. അവരത് സ്വയം അറിയേണ്ടതാണ്. അത് തെറ്റായ രീതിയാണെന്നും അങ്ങനെ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്നും അവർ സ്വയം അറിയുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യണം. പിന്തിരിയാത്ത പക്ഷം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവർ അവരോട് ഉപദേശിക്കുക, തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ജനകീയമായിരിക്കേണ്ടതാണ്. പക്ഷെ ഗവൺമെൻറ് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറോ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടണം എന്നൊരു നിയമം അവർ കൊണ്ടുവരാത്തത് കാരണം അവർക്ക് ദുർവിനിയോഗം ചെയ്യാൻ നല്ലപോലെ അവസരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെയുള്ളവർക്ക് പറ്റിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അഴിമതിയിൽ കൂടി പണം സമ്പാദിക്കാൻ ഗവൺമെൻറ് തന്നെ അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാലും എന്തായാലും ഇത് ഗവൺമെൻറ് ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ മന്ത്രിസഭ 1955 ആക്ടിൽ ചെറിയ മാറ്റം രജിസ്റ്റർ ചെയ്യുമ്പോഴും പുതുക്കുമ്പോഴും ഓരോ വർഷവും മാറി മാറി ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്റ്റാഫുകൾ അതിൽ ഉൾപ്പെട്ടില്ല എങ്കിൽ
ഇതൊരു വലിയ അഴിമതിയിലേക്ക് പോവുകയും കണക്കറ്റ സ്വത്ത് അധ്വാനിക്കാതെ ഈ ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തി സ്വന്തം കുടുംബ സ്വത്താക്കി മാറ്റി ദേശം മുഴുവനും കൈവശമാക്കുകയും ഭൂമികൾ മുഴുവനും കൈവശമാക്കുകയും പാവപ്പെട്ടവരെ ആ ദേശത്ത് നിന്ന് ഓടിക്കുകയും അവർക്ക് കിട്ടുന്ന വെറുതെ കിട്ടുന്ന ഫണ്ട് അവരുടെ ഇഷ്ടാനുസരണം ശരിക്കുള്ള ജനകീയ കമ്മിറ്റി ഉപയോഗിക്കാതെ ദുർവിനിയോഗം ചെയ്യുന്നു. അതിനൊരു അറിവ് വരുത്തേണ്ടത് MLA-മാരോ MP-മാരോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി സഭയിൽ അവതരിപ്പിച്ചൊരു മാറ്റം വരുത്തേണ്ടതാണ്. എന്തായാലും ടൈം ഓവറായി പോയി. ഇപ്പോൾ തന്നെ 11 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നൊരു അവസരത്തിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ബൈ.